ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകി സംഭൂതൻ രാമം ഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 37ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പുനന്നമ്പൂതിരിയുടെ ഭാഷാരാമായണ ചമ്പുവിലെ ബാലകാണ്ഡത്തിൻ്റെ അവസാന ഭാഗമായ പരശുരാമ ഗർഭഭംഗം എന്ന വിഷയം എന്ന കാര്യം എങ്ങനെയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് നോക്കുക. ചമ്പുകാരൻ്റെ രീതി വളരെ വിസ്തരിച്ച് വർണ്ണിക്കലാണ്. ഈ വിസ്തൃതമായ വർണ്ണന കൊണ്ട് പലപ്പോഴും ഇതിഹാസത്തിൻ്റെ ഗൗരവം ചിലയിടത്തൊക്കെ ചോർന്നു പോകും. ഒരു രസനീയമായ കൃതി എന്നുള്ള നിലയ്ക്ക് വായിക്കാമെന്നല്ലാതെ ഇതിഹാസത്തിൻ്റെ ആ ഗാംഭീര്യം പലപ്പോഴും അദ്ദേഹം വിസ്മരിച്ചു കളയും. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഭാഗം വാൽമീകി രാമായണത്തിലൊക്കെ എങ്ങനെ പറഞ്ഞു നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരൊക്കെ ഒതുക്കി കാര്യമാത്രം പ്രസക്തമായിട്ട് പറഞ്ഞപ്പോൾ ചമ്പുകാരൻ 80 ശ്ലോകങ്ങളും 4 ദീർഘഗദ്യങ്ങളും കൊണ്ടാണ് ഇത് പറഞ്ഞത്. വാൽമീകി രാമായണത്തിൽ കഷ്ടിച്ച് 10-20 ശ്ലോകം കൊണ്ട് പറഞ്ഞു തീർത്ത സംഗതിയാണ് 4 ശ്ലോകങ്ങളും അതുകൂടാതെ വലിയ ഗദ്യവും ഒക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ മിഥിലാപുരിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ തൻ്റെ പുത്രന്മാരോട് കൂടിയിട്ട് അനവധി സൈന്യത്തോടു കൂടി മിഥിലാധിപതിയായ ജനകൻ നൽകിയ രത്നാഭരണങ്ങൾ, ആനകൾ, കുതിരകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ദശരഥനും ഓട്ടിലും അയോധ്യയിലേക്കുള്ള പുറപ്പാട് ആരംഭിച്ചു. അതിനെ കേമായിട്ട് വർണ്ണിക്കുകയാണ്. ആ സൈന്യസമേതമുള്ള യാത്രയൊക്കെ വർണ്ണിക്കാൻ കുറേ പദ്യങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ചിത്രം ചിത്രം പ്രയാണ പ്രകടിത പടകാഡംബര പ്രൗഢിപാടേ പത്താശാന്തേഷു സേനാഭടകളകളരവാദിത്ര കളകള വാദിത്രമെങ്ങും മുഴങ്ങി. കേമായിട്ട് ആ യാത്രയെ വർണ്ണിക്കുകയാണ് കുറേ ഭാഗം. ജലാന്തരാണി വിവഹർണവോഹ ശബ്ദാന്തരണ്യന്തരയാന്തകാര. ഈ വലിയ പർവ്വതങ്ങളെപ്പോലും പടർക്കുന്നതായ പടഹവാദ്യങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് പുറപ്പെട്ടെന്ന്. അങ്ങനെ പോയി ആ പോകുന്ന സമയത്ത് അനേക സ്ത്രീകൾ വെഞ്ചാമരങ്ങൾ വീശുന്നുണ്ടായിരുന്നു. ധാരാളം കുതിരകൾ, ആനകൾ, അതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. സന്നാഹം കലരുന്ന കോസലജ മൂലക്രങ്ങളും മെൽക്കുമേലും നിദ്രോദയമർന്നു യാത്രിക വിദേഹാധീശ സൈന്യങ്ങളും ഒന്നായിക്കോടി മതിച്ച്. അങ്ങനെ വളരെയധികം അഹങ്കാരത്തോടൊക്കെ അവർ പോയതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പരശുരാമൻ്റെ വരവ്. പരശുരാമൻ വന്നു എന്ന് വർണ്ണിക്കാൻ കുറേ പദ്യങ്ങളുണ്ട് ഇവിടെ. അതിനിടയ്ക്ക് കുറേ ഇതൊക്കെ ശ്ലോകങ്ങളാണിപ്പോൾ കേട്ടത്. ഗദ്യത്തിൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ വിസ്തരിക്കാൻ തുടങ്ങിയാൽ സമയം വളരെയധികമാണെന്നുള്ളതുകൊണ്ട് വളരെ ചുരുക്കം ചെയ്ത് മാത്രം കാണിക്കാം. മിഥിലാധിപനോട് യാത്ര പറഞ്ഞത കരതല സീവനി പൊൽക്കണ്ണാടിയും അമ്പും കൈക്കൊണ്ടതിമൃദു അതീമൃദു വിവല ദുപൂല സമാവൃതമാത്മവധൂജനമഴകിന പൊന്നിൻ വല്ലക്കോളിൽ ചാരുകരറ്റി പുകഴ്ന്നരുതേടിന പുത്രന്മാരുടെ മുച്ചേർന്ന് അനവധി ചതുരംഗപ്പട മുമ്പ് നടത്തി. ഇങ്ങനെയൊക്കെയാണ് വർണ്ണന. ചതുരംഗപ്പട ഉണ്ടായിരുന്നു. പിന്നെന്തൊക്കെയാണ് ലക്കാവടകം മുതലായ മദ്ദളകാഹള ശൃംഗ മൃദംഗകലുന്തുഹിടക്കാതുടി. ഇങ്ങനെ വർണ്ണിച്ച് പോവാണ്. പല പല മധുരപദാർത്ഥ പ്രകരമെടുത്തു നടന്ന് അതിമധുരാംഗികൾ നാരികൾ, സുന്ദരികളായ സ്ത്രീകൾ പലതരത്തിലുള്ള വിശേഷവസ്തുക്കൾ എഴുത്തിന് മുമ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. 5000-ഓളം വിശറികളുണ്ടായിരുന്നു. നോക്കിയാണ് താലവ്യജനശ്രേണികളയ്യ 4000 മഴകൾ വിലസി എന്നൊക്കെ കേമായിട്ട് ഇത് വർണ്ണിച്ചു പോവാണ്. കുറേ വരികളാണ് അതിന് വേണ്ടി ചിലവഴിച്ചുള്ളത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എന്ത് ചെയ്തു? രഘുവരപുര നികഴം പോലെ വിളവിള വിലസന വെഞ്ചാമരനില ചുഴലവും അനവധി തെളിമകലൊന്നും കമ്പിത കുമ്പിനി മുമ്പിൽ നടക്കും വൻപുതളച്ച മതങ്കജ മണ്ഡല ഗണ്ഡതലങ്ങൾ നിന്ന് പൊഴിഞ്ഞൊഴുകും മതധോരണി കൊണ്ടൊരു രേണുപരമ്പര കാണി മുഹൂർത്തം.
ഇങ്ങനെയൊക്കെയാണ് പോയത്. ഓരോന്നിനെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അവസാനിക്കില്ല. അതിൻ്റെ ആ പദക്കസർത്തുകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കേൾപ്പിക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഗുരുനാഥനായ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ പേരിൽ അറിയപ്പെടുന്ന ത്രയംബകം എന്ന വില്ല് ഈ രാമൻ കുലച്ച് പൊട്ടിച്ചു എന്നറിഞ്ഞിട്ട് തൻ്റെ രോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, തന്നിലുള്ള വൈഷ്ണവ തേജസ് രാമനിലേക്ക് പകരാനും കൂടി വേണ്ടിയിട്ട് പരശുരാമൻ പ്രത്യക്ഷമായി എന്ന് പറയാൻ. ഇപ്പോൾ കവി ആദ്യം തന്നെ പരശുരാമൻ്റെ ഉദ്ദേശ്യം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് വർണ്ണിക്കുമ്പോഴോ ഈ ഉദ്ദേശത്തോടെ വന്നതെന്ന് തോന്നുന്ന പോലെ അല്ല പരശുരാമൻ്റെ വാക്കൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. രാമനെ വെല്ലുവിളിക്കാനോ നയിപ്പിക്കാനോ പുറപ്പെട്ട പോലെയൊക്കെയാണ് വർണ്ണന. ഇതൊക്കെയാണ് അതിലുള്ള തമാശകൾ. ഇവിടെ പറയുന്നത് സംക്രമേഷ്യൻ അസതീയം എന്നൊക്കെയാണ്. തൻ്റെ ചൈതന്യദ്ദേഹത്തെയൊക്കെ സംക്രമിപ്പിക്കാൻ വേണ്ടിയാണ്. സ്വഗുരു ഗിരീശ സാര കോദണ്ഡ ഗണ്ഡനോദ്ഭൂതം. തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന പരമേശ്വരനാണ്. പരമേശ്വരൻ്റെ ബാണം പൊട്ടിച്ചേർന്ന രോഷം കൊണ്ട് രോഷഭാരം അത്യന്തരക്തേനാണ്. ആ രോഷഭാരം മുഴുവൻ കണ്ണുകളിലെ രക്തം ഇതുപോലെ ചുവന്ന കണ്ണുകളോടുകൂടി ദേഷ്യം വന്നു എന്നാണ്. ശ്ലോകങ്ങളൊക്കെ പിന്നെ കുറേ ശ്ലോകങ്ങളാണ്. ചൊൽക്കൊണ്ടീടും പ്രകോഷ്ഠയെ ഇങ്ങനെയൊക്കെയാണ് വന്നതെന്നാണ്. രുദ്രാക്ഷമാലോചടാവാനുഗ്രത്വം പുണ്ട, ഉഗ്ര സ്വരൂപത്തോടു കൂടിയിട്ട് രുദ്രാക്ഷം ധരിച്ച് അമ്പും വില്ലും വാളുമൊക്കെ കൈപിടിച്ച് തൻ്റെ പ്രഖ്യാതമായ പരശു എന്ന മഴുവോട് കൂടിയിട്ട് അങ്ങനെ പോകുന്നത്. എങ്ങനെയാണ് വന്നത്? പോന്ന അവിരാസിൽ ഭൃഗുകുല പെരുമാൾ കാളരാത്രി നിർവ്വാണം. രാജാക്കന്മാർക്ക് കാളരാത്രിയായിരിക്കുന്ന പരശുരാമന്. രാജാക്കന്മാർക്കൊക്കെ ഈ പരശുരാമന് ഭയമാണ്. 21 വട്ടം ക്ഷത്രിയന്മാരെ മുടിച്ചിട്ടുള്ള ആളാണ് പരശുരാമനെ. അത് പ്രഖ്യാതമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം പ്രാപ്തോരാജന്യഗോഷ്ഠീ ഗജവനമൃഗയാകൗതുകീ രാമദഗ്ന്യ. ക്ഷത്രിയക്കൂട്ടമാകുന്ന ആനകളുടെ കാട്ടിൽ വേട്ടയാടാൻ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സിംഹത്തിനെ പോലെ ക്ഷത്രിയന്മാരെ നശിപ്പിക്കാനൊക്കെ ഉള്ള അദ്ദേഹം വന്നു. എന്നിട്ട് കോരിത്തർപ്പിച്ചടങ്ങിയിട മുനി വരുവാൾ കോപമേറ്റങ്കലന്നു. ആ രാമൻ്റെ ഘോഷയാത്ര കണ്ടിട്ട് അപ്പോൾ രാമന് തൻ്റെ ചൈതന്യം പകരാൻ വേണ്ടിയാണ് വന്നതെന്ന് കവി തന്നെ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പരശുരാമൻ്റെ വാക്കെന്താണ്? ഈ ഘോഷയാത്ര കണ്ടിട്ട് ചോദിക്കാൻ ഇത് ആരുടേതാണ്? കസ്ഥേയം പ്രയാതി നിക്കട്ടെ. ഈ പോകുന്ന ഘോഷയാത്ര ആരുടേതാണ്? മാമവജ്ഞം എന്നെ ലെവലേശം ബഹുമാനിക്കാതെ, എന്നെ ക്ഷത്രിയാന്തകനായിരിക്കുന്ന എന്നെ ലെവലേശം ബഹുമാനിക്കാതെ ഘോഷത്തോടു കൂടി പോകുന്ന ആരാണ് എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ചോദിച്ചു. അതിനുശേഷം പറഞ്ഞു, നില്ല് എന്നെ മാനിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ എങ്ങനെയുള്ള ആളാണ്? പണ്ട് സാക്ഷാ പരമശിവൻ പോലും, ഗുരുനാഥനായ പരമശിവൻ പോലും തന്നെ ബഹുമാനിച്ചിട്ട് നന്ദിച്ചിട്ടേ ഉള്ളൂ എന്നാണ്. അന്ന് ചെയ്തു അദ്രിപുത്ര്യാസമം. സാക്ഷാ ശ്രീപാർവതിയോടുകൂടി എന്നെ മടിയിലെടുത്ത് വെച്ചിട്ട് മുന്നം പുലുകി പിനാകിയായിരിക്കും ശിവൻ എന്നെ പുലുകിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ നമുക്ക് അതിൽ നമ്മൾ മനസ്സിലാക്കിക്കൂടാ. ഇങ്ങനെയൊക്കെ പരുഷരോഷരസന്ധേത എന്നാണ് ഒരു പ്രയോഗം. പരുഷം കൊണ്ട് വാക്കുകളൊക്കെ പറഞ്ഞ് രോഷാന്ധനായിട്ടാണ്, ക്രോധം കൊണ്ട് കണ്ണു കാണാത്തവനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സോഷാസോപിച്ച ഭർഗവോ ഗുരുതനോ വിധ്വംസനൻ രാഘവാദിത്യാകർണ്യ നതൈശ്ചിരം. ആ രാഘവൻ, രഘുവംശ തിലകനായിരിക്കുന്ന രാമൻ ആ വില്ല് പൊട്ടിച്ചു എന്ന് കേട്ടിട്ട് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറയാൻ. ഗുരുശാസന അന്യക്രതേ, ഗുരുശാസനത്തെ ഇല്ലാതാക്കിയവനാണ്. എൻ്റെ ഗുരുവിനെ അപമാനിച്ചു കൊടുത്ത ഗുരുവിൻ്റെ ഈ വില്ല് പൊട്ടിച്ചുവല്ലോ. അങ്ങനെയൊക്കെ കുറേ വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദീർഘഗദ്യമാണ്. ആ ഗദ്യത്തിൽ പറയുന്നത്, ഈ പരശുരാമനെ ക്രോധാകുലനായി മുമ്പിൽ വന്ന് ചാടിയപ്പോൾ ഈ ദശരഥൻ്റെ കൂടെയുള്ള സൈന്യങ്ങളൊക്കെ എന്തൊക്കെ ചേഷ്ടകൾ കാണിച്ചു, അവർ ഭയം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നാണ്. വളരെ രസകരമാണ്. ഇവരൊക്കെ ദേവന്മാരെപ്പോലും വെല്ലുവിളിക്കാന്നൊക്കെ ഉള്ള ശൗര്യമുള്ളവരാന്നൊക്കെ അയോധ്യാവർണ്ണനയുടെ സമയത്ത് ഇതേ കവി വർണ്ണിച്ചിട്ടുണ്ട്. പലരഘുനഗരിയും വാവ എന്ന് പടക്കൈക്കൊണ്ട് വിളിക്കും പോലെ എന്നൊക്കെ അവിടെ കാണാം. അപ്പോൾ ദേവസൈന്യങ്ങളെ പടക്കി വിളിക്കണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ ധൈര്യവും ശക്തിയൊക്കെ ഉള്ളവരായിരിക്കും.
അങ്ങനെയുള്ള ഭടന്മാരെ കൊണ്ടാണ് ഇപ്പോൾ വർണ്ണിക്കുന്നത്. ഒന്ന് വർണ്ണിക്കും അതിനെ അങ്ങേയറ്റം വലിച്ചു നീട്ടാൻ എന്ന് പറഞ്ഞാൽ അവർ പലരും ഭയന്നു പോയി, പലരും ഓടി വാങ്ങി വെള്ളത്തൊളിക്കാൻ നോക്കി എന്നൊക്കെ കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്രയൊക്കെ വർണ്ണിക്കുന്നില്ല. അതേപോലെയൊക്കെയുള്ള വർണ്ണനകളാണ്. അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് വിസ്തരിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവരതാ രാമദഗ്നം വെല്ല കണ്ടു പേടിച്ചുടൻ കോസലാധീശ സൈന്യങ്ങൾ ഓരോ ദിഗന്തേ തിരഞ്ഞും നടന്നു. തഥാ തെല്ല് ഈ നരതരയായി പോകുന്ന സൈന്യങ്ങൾ അങ്ങും ഇങ്ങും നടന്നു എന്നാണ്. കേവി ഗന്ധർവപൃഷ്ടേ കുഞ്ഞിടിനാർ. തെല്ല് കുതിരപ്പുറത്ത് പതുങ്ങിയിരുന്നു. തെല്ലെന്ത് ചെയ്തു? ആനക്കഴുത്തിൽ അമർന്നിരുന്നു പേടിച്ചിട്ടേ. കേവി ശീഘ്രൻ രഥോപസ്ഥഭാഗേ നിലില്യു. രഥത്തിൽ അമർന്നിരുന്നു. ഈ പരശുരാമൻ്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭ്രമിച്ചീടിനാർ ഒക്കെയാണ് പലതിലും വർണ്ണന. ക്ഷത്രഹന്ത മഹാഭാവി എന്നെടുക്കും. ക്ഷത്രിയ കുലാന്തകനായിക്ക് മഹാഭാവിന്ന് പരശുരാമനെ പറ്റി പറഞ്ഞതേ എന്നൊക്കെ ചെല്ലിങ്ങനെ പറഞ്ഞു. ചെല്ലെന്ന് പറഞ്ഞു, ഈ രാജാക്കന്മാരൊക്കെ ഒരു പെണ്ണുങ്ങളാണോ? എന്താണ് ഇയാൾ ഇത്ര പേടിക്കാനുള്ളത്? രാമനെ ഒരു മേനം ജയിച്ചിടുവാൻ നൂനമെന്നും. ചെല്ലു പറഞ്ഞു, ഈ രാമനെ നമുക്ക് ജയിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും പലതും ചെയ്തത് കുറച്ച് വിസ്തരിച്ച് വർണ്ണിക്കുകയാണ്. വീരഭൂപാലെല്ലാം പതുങ്ങിയിട്ടിരിക്കുന്നിതയ്യോ തടുത്തിടണം ചെന്നിതെന്നും പലേ. ഈ രാജാക്കന്മാരൊക്കെ പേടിച്ചിട്ട് കുറച്ച് പതുങ്ങിയിരിക്കുന്നത് ശരിയല്ല, ഈ പരശുരാമനെ നേരിടാണ് വേണ്ടതെന്ന് ചെല്ലു പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ് ആ പരശുരാമൻ വന്നു. പരശുരാമൻ വന്നപ്പോൾ ദശരഥൻ വിനയാനന്ദനായിട്ട് പറഞ്ഞു, മാനശീല ജയ രേണുകാസുത ഭവൽപദേ ദശരഥോധുന വീണു കൈതവമകന്നു കൈയൊഴുകിതു യാചതേ വിരമിതേ വിഭോ. ദശരഥൻ പറഞ്ഞു, അല്ലയോ മാനശീലനായിരിക്കുന്നവനെ, അങ്ങ് ഈ ക്രോധത്തിൽ നിന്ന് വിരമിക്കണം. ആ ദശരഥനായിരിക്കുന്ന ഞാൻ അങ്ങേ അഭിവാദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. ചണ്ഡശീല തവ മുമ്പിലിന്നു മമ ബാലനോ കലഹഭാജനം. മനോഹരായ ശ്ലോകങ്ങളാണ്. എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ വെല്ലുവിളിച്ച് തോൽപ്പിച്ചവനായ അങ്ങയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയായിരിക്കുന്ന എൻ്റെ ഈ മകൻ വെറും ബാലനാണെന്നാണ് അച്ഛൻ്റെ ഭാവം. അതുകൊണ്ട് കുട്ടിയായിരിക്കുന്ന എൻ്റെ മകനോടാണോ ഈ കലഹത്തിൽ തുടങ്ങുന്നത്? അങ്ങ് യോജിച്ചല്ലോ എന്നാണ്. കൊലകൊമ്പന്മാരെയൊക്കെ വെല്ലുവിളിച്ച് തോൽപ്പിച്ച് അങ്ങ് ഒരു ബാലനോട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ബാലനോ കലഹഭാജനം. അതുകൊണ്ട് അങ്ങ് അടങ്ങണം എന്നിങ്ങനെ പറയാൻ. പക്ഷെ ഇതൊന്നും പരശുരാമൻ കൂട്ടാക്കിയില്ല. പരശുരാമൻ ദശരഥൻ്റെ വാക്കുകളൊക്കെ അവഗണിച്ചിട്ട് ശ്രീരാമൻ ഉഗ്രമായി നോക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയുള്ളതാണ്? ദശരഥമനവേക്ഷാസു രൂക്ഷാഭിമാനി പറഞ്ഞു, ആഴിചൂഴും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ക്രോധിച്ച് നോക്കുന്ന കണ്ടപ്പോൾ ദശരഥൻ വീണ്ടും പറഞ്ഞു, അത് ക്ഷമിക്കണേന്നൊക്കെ പറയാൻ. എല്ലാ ശ്ലോകമൊന്നും ചെല്ലണ്ടയില്ല, പറയാണ്. പാണിരേഷ സമരായ താപമിഹ ബാലമേഘ വിനയ ബാലകേ മാനമന്ദിര കൃപാം ഉപാനയ. അല്ലയോ കൃപ കാണിക്കണേ എന്നിങ്ങനെ ദശരഥൻ വീണ്ടും അഭ്യർത്ഥിക്കാൻ. ഇതൊന്നും പരശുരാമനെ ലവലേശം ബാധിച്ചില്ല. അദ്ദേഹം രാമനെ രൂക്ഷരൂക്ഷമായി നോക്കി. ആ നോക്കി കണ്ടപ്പോൾ സൈന്യങ്ങളൊക്കെ പലരും ഭയന്ന് പിന്മാറി. അവരെന്ത് ചെയ്തു? എങ്ങനെയാണ് നോക്കിയത്? വധിക്കാതൊക്കെ ഒന്ന് അക്ഷീണം അപാതയതാതതായി ആതതായി ആയിട്ടാണ് ഇദ്ദേഹം വന്നത്. ഇങ്ങനെ ആ പരശുരാമൻ്റെ ക്രോധത്തെ വർണ്ണിച്ചതിന് ശേഷം പറഞ്ഞു, തനിക്ക് അതേസമയം പരശുരാമനെ വർണ്ണിച്ചുകൊണ്ട് ശ്രീരാമന് ചിലതൊക്കെ പറഞ്ഞു. ശ്രീരാമൻ്റെ വാക്കുകളൊക്കെ അങ്ങേയറ്റം വിനയപൂർണ്ണങ്ങളാണ്. പരശുരാമൻ്റെ അഹങ്കാരം കൊണ്ടും ആത്മപ്രശംസ കൊണ്ടും നിറച്ച വാക്കുകളാണ് പറയുന്നതൊക്കെ. പരശുരാമൻ്റെ ഉദ്ധതനായിട്ട് ശ്രീരാമനോട് പറയാണ്, കൽപ്പവന്യശതശാദിശോ ദശാ നിർദഹന്നിവ വിലോക എന്നസോ ഉദ്ഭടഭ്ര രവധീരയാകിരാ നിർപ്പവൻ മുനിരുവാച രാഘവം. കവിൻ്റെ വർണ്ണന. ഈ പർവ്വതങ്ങളെപ്പോലും വളർക്കാനൊക്കെ ഉള്ളത് മേഘഗർജിതം പോലുള്ള വാക്കുകൾ പറഞ്ഞു. അതുവെച്ചാൽ രാമനാകട്ടെ വളരെ വിനയാന്വിതനായിട്ടാണ് പറഞ്ഞത്. രാമൻ പറഞ്ഞ വാക്കൊക്കെ കുറേ ശ്ലോകങ്ങളുണ്ട്. ശ്രീരാമൻ വിനീതനായിട്ട് പറയാണ്, ഭൂപാലകുലകാന്താര ദാവപാപക തേജസേ പരാക്രമഭയോരാശി പൂർണ്ണചന്ദ്രായ ഭേദമ. പരശുരാമൻ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, അങ്ങ് ക്ഷത്രിയ രാജാക്കന്മാരാകുന്ന കാടിനെ തീ കാടിനെ ദഹിപ്പിക്കുമല്ലോ, അതേപോലെ അങ്ങ് ക്ഷത്രിയ കുലാന്തകനാണ്. പിന്നെ പരാക്രമം, ഈ പയോരാശി സമുദ്രത്തിനെ നിലാവ് എന്ന പോലെ അദ്ദേഹം വിക്രമമാകുന്ന പയോരാശിക്ക്
ചന്ദ്രനാണെന്ന് പറയും. ചന്ദ്രനുള്ളപ്പോഴാണ് വേദിയേറ്റമൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. പരശുരാമൻ പക്ഷെ ഇവൻ കൂട്ടാക്കാട് വീണ്ടും ചോദിച്ചു, കിമ്മം പ്രസാദേസി രാമ മമപ്പതേന. ഈ രാമൻ്റെ വിനയമൊക്കെ കാണുമ്പോഴൊക്കെ പരശുരാമന് ക്രോധം വർദ്ധിച്ചേ ഉള്ളൂ. പരശുരാമൻ ചോദിച്ചോ, ക്ഷത്രിയോചിതമാണോ ഇത്? നീ എന്നെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നത് എന്തിനാണ്? നീ കാൽക്കൽ നമസ്കരിച്ചിട്ട് യുദ്ധത്തിന് ഒഴിവാകാൻ നോക്കുന്നത് എന്താണ്? ഇത് ക്ഷത്രിയമാർക്ക് യോജിച്ചല്ലോ എന്നുകൂടെ. എന്നിട്ട് തൻ്റെ കേമത്തങ്ങൾ വീണ്ടും വീണ്ടും പരശുരാമൻ തന്നെ പറയുന്നുണ്ട്. തീടും കർത്തവീര്യാർജുനവര മഹിഷി ബാഷ്പസമ്പാദ മൈത്രി. ഞാൻ കാർത്തവീര്യാർജുനെ വധിച്ചപ്പോൾ കാർത്തവീര്യാർജുൻ്റെ ഭാര്യമാരൊക്കെ വിധവകളായിട്ട് അവർ കണ്ണീരൊഴുക്കി അങ്ങനെയുള്ളതായ വില്ലോടുകൂടിയവനാണ് ഞാനൊക്കെ ആ കേമത്തൊക്കെയാണ് പറയാൻ. അപ്പോൾ രാമൻ വീണ്ടും പറഞ്ഞു. ഇങ്ങനെ ഈ രാമനും പരശുരാമനും തമ്മിലുള്ള ഉക്തിപ്രത്യുക്തികൾ കുറേ വർണ്ണിക്കുന്നുണ്ട് ചമ്പുകാരൻ. രാമൻ വീണ്ടും വിനയമല്ലായിട്ട് എന്താ പറഞ്ഞത്? ഇളകുമൊരു മതം കൊണ്ടല്ലജൻ ചാന്ധ്യമത്രേ വിരമ വിരവിൽ വീര്യാലംബമേ വിപ്രകോപൽ. രാമൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് അങ്ങയുടെ ഗുരുനാഥൻ്റെ പേരിൽ പ്രസിദ്ധമായ ത്രയംബകം പൊട്ടിക്കല്ല ചെയ്തത്. എനിക്കൊരബദ്ധം പറ്റിയെന്നേ ഉള്ളൂ ശ്രീരാമൻ ശ്രീരാമൻ പറയുന്നത്. അത്രയും പൊട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ബാലകൗതൂഹലം കൊണ്ടൊക്കെ പിടിച്ചു വലിച്ചപ്പോൾ പൊട്ടിപ്പോയിന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. വിരമ വിരവിൽ വീരാലംബമേ വിപ്രകോപൽ. അല്ലേ ബ്രാഹ്മണ, അതുകൊണ്ട് അങ്ങ് ഈ കോപത്തിൽ നിന്ന് വിരമിക്കണേന്ന് പറഞ്ഞു. ബഹ്വോൽവലന്നകലിതന്നജകാർമുഖസ്യ ത്രംബകസ്യ ദിനിമം തതയേഷ ദോഷ. ഞാൻ ഈ ത്രംബകത്തിന് കുറേ പഴക്കമുണ്ടെന്നോ അതിനത്രേ ബലമുള്ളൊന്നും വിചാരിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഒരു കുട്ടികളുടെ ഒരു വികൃതിനായിട്ടേ അങ്ങ് കണക്കാകുമോ എൻ്റെ വിധ. ഡിംബസ്വ ദുർവിലസിതാനിമുദേ ഗുരുണം. സാധാരണ കുട്ടികളുടെ വികൃതിയൊക്കെ വലിയവർക്കൊരു രസമായിട്ടേ തോന്നാറില്ല. അതുപോലെ എൻ്റെ ഒരു കുട്ടിത്വം കൊണ്ടുണ്ടായതാണെന്ന് വിചാരിക്കണേ എന്നാണ്. കഷ്ടം ദുർവാരമല്ലോ വിധിവല വിഭവം വീര ഞാൻ ഓർത്തതില്ലേ ചട്ടറ്റീടും ത്രിലോകീ വിജയ ഭുജബലാഭോഗബന്ധം ഭവന്തം. ഞാൻ വലിയ പൊട്ടിക്കളഞ്ഞ പൊട്ടിച്ചല്ല എന്നാണ് രാമൻ്റെ വാക്ക്. പൊട്ടിപ്പോയതേ ഉള്ളൂ. ഒരു കുട്ടികളൊക്കെ വികൃതി കളിച്ചാൽ ഉള്ള പോലെ കണക്കാക്കാനേ ഉള്ളൂ. ഇതൊന്നും പരശുരാമനെ അങ്ങനെ സമാധാനിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞത്, എന്നേ രാജന്യഡിംഭ തവ ചെവികളിൽ വന്നീലയോ പെറ്റൊരു. വീണ്ടും പറയാണ്, ഡിംഭത്തെ കുട്ടിയാൻ. അതേ കുട്ടി നീ അറിയില്ലായിരുന്നോ? കാർത്തവീര്യാർജുനെയും ക്ഷത്രിയന്മാരൊക്കെ എത്രയോ വട്ടം കൊന്നിട്ടുള്ളവനാണ്. 21 വട്ടം ക്ഷത്രിയ ഉലാന്തകനായിരിക്കുന്ന ആളാണ്. പുതിയ പുതിയ ആൾക്കാരുണ്ടായിരുന്നപ്പോൾ അവരൊക്കെ കൊന്നിട്ടുണ്ട്. അവിടെ നീ എന്ത് ചെയ്യണം? വെറുതെ ഇങ്ങനെ ഭംഗി വാക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ എന്ത് ചൊൽക്കൊള്ളുന്നു യുദ്ധേ പെരിയ വിരുദ്ധയോട് എന്നോട് എന്ത് യുദ്ധം ചെയ്യുന്നതാണ്? തക്കത്തിൽ പണ്ടു കേൾപ്പിച്ചള്ളിന പരമാസ്ത്രങ്ങളൊല്ലെങ്ങ് പോയി. രാമനെ പരിഹരിക്കുകയാണ്. എടോ, നീ ആ വിശ്വാമിത്രരിൽ നിന്ന് യാഗരക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ധാരാളം ദിവ്യാസ്ത്രങ്ങളൊക്കെ നേടി ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എവിടെ പോയി? ഇതിലെന്തിനാണ് എൻ്റെ കാല് പിടിക്കുന്നതെന്നാണ്. എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നത് ഭീരുത്വം കൊണ്ടാണെന്ന് പരശുരാമൻ വിചാരിക്കുകയാണ്. ഭീരുവിനെ പോലെ ഈ ക്ഷമ പറയുന്ന നീ ക്ഷത്രിയോചിതമായ വാക്കാണോ പറയുന്നത്? നിനക്ക് കേമമായ അസ്ത്രങ്ങളൊക്കെ ആ വിശ്വാമിത്രൻ ഉപദേശിച്ചിട്ടില്ലേ? അതൊക്കെ എവിടെ പോയി? അതൊക്കെ പ്രയോഗിക്കരുതോ താല്പര്യം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറയുന്നതായിട്ടാണ് ചമ്പുകാരൻ്റെ വർണ്ണന. അതിനിടയ്ക്ക് ഒരു ശ്ലോകം ലക്ഷ്മണൻ പറയുന്നതായിട്ടുമുണ്ട്. ലക്ഷ്മണൻ എന്ത് ചെയ്തു? അത്യന്തകോപകലുഷീകതലോചനാസോ വിസ്ഥാന ലക്ഷ്മണനുവാദവചോ ഗഭീരം. ഈ പരശുരാമൻ്റെ ആത്മപ്രശംസയും ധിക്കാരൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ആ ലക്ഷ്മണൻ ചിലതൊക്കെ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇന്നും അവർക്ക് എനിക്ക് ഇയാളോട് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാമൻ എനിക്ക് ജ്യേഷ്ഠനല്ല. രാമൻ തന്നെ ജയിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. ശ്രീരാമനാട്ടെ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചു. പിന്നെ അവർ തമ്മിലുള്ള യുക്തിപ്രത്യുക്തികൾ വീണ്ടും തുടങ്ങിയാണ്. ഒരു ശ്ലോകത്തിൽ തന്നെ ഒരു വരി രാമൻ്റെ വാക്യമായിട്ടും രണ്ടാമത്തെ ഒരു പരശുരാമ വാക്യമായിട്ടും ഒക്കെ രസകരമായിട്ട് അന്ന് എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? പ്രസീത ഡിംഭേ മൈമുഞ്ച രോഷം. ശ്രീരാമൻ, അതായത് കുട്ടിയായിരിക്കുന്ന എന്നിലുള്ള രോഷം, എന്നോടുള്ള രോഷം കളയണേന്ന് പറയാൻ. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ക്ഷതന്ധനു പശ്ച ഗുരോസ്തവൈം. എൻ്റെ ഗുരുനാഥൻ്റെ വില്ല് പൊട്ടിച്ചിട്ട് വെറുതെ സ്തുതിച്ചിട്ടെന്താണോ കാര്യം എന്ന് പരശുരാമൻ. അപ്പോൾ ശ്രീരാമൻ പറയാണ്, അബുദ്ധിപൂർവോ ഭവജാപഭംഗാൻ. ഞാൻ പറഞ്ഞല്ലോ, വേണ്ട പോലെ ബുദ്ധിപൂർവമല്ലാതെ ഞാൻ ചെയ്തു പോയതാണെന്ത്? ഭവജാപഭംഗാൻ. പരമശിവൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ വില്ല് പൊട്ടിച്ചത് അബുദ്ധിപൂർവമാണ്. ബുദ്ധിയോടുകൂടി, അതായത്
ബോധപൂർവം പൊട്ടിക്കണം എന്ന് വിചാരിച്ച് പൊട്ടിച്ചല്ല എന്നാണ്. അപ്പോൾ പരശുരാമൻ മറുപടി പറഞ്ഞു, ചിന്തമീ ചിന്തമീ മൂർധാനബുദ്ധിപൂർവം, നീ ബുദ്ധിയിലാണ്ട് ചെയ്തതാണ്, ആലോചിക്കാണ്ട് ചെയ്തതാണെങ്കിൽ ഞാൻ ആലോചിച്ചുകൊണ്ട് തന്നെ നിൻ്റെ തലയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാഗ്വാദങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവുക ഇതിഹാസത്തിലെ ഒരു നായകൻ്റെ വാക്കാണ് ഇതെന്നൊന്നും വിചാരിക്കാതെയാണ് കവി തൽക്കാലത്തെ രസനീയതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിക്കുക. അപ്പോൾ വീണ്ടും കുപിതനായ പരശുരാമൻ പറഞ്ഞു, എന്നേ ദുഷ്ടാ ദുരാത്മൻ എന്നൊക്കെയാണ് രാമനെ സംബോധന ചെയ്യുന്നത്. എടോ ദുരാത്മൻ, അതുകൊണ്ട് ഞാൻ നിന്നെ വെച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. വെച്ചേമതന്നരപശോതവഗാധിസൂനോർ, നീ കേമായിട്ട് ചെന്നിട്ട് ഈ വിശ്വാമത്തിലെ യാഗം രക്ഷിച്ചു ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഞാൻ ഭയപ്പെടില്ല എന്നാണ്. വികഥസേനീ, നീ വെറുതെ വമ്പ് പറയാൻ നോക്കിയാൽ. യഥാർത്ഥത്തിൽ രാമനൊരു വമ്പും പറഞ്ഞിട്ടില്ല, പരശുരാമൻ്റെ വാക്കൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ശ്രീരാമൻ വീണ്ടും പറഞ്ഞു, എന്തിനാണ് ബുദ്ധിപൂർവ്വം അല്ലാതെ വില്ല് പൊട്ടിച്ചത് നേരത്തെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഞാൻ സീതയെ ഭാര്യയായി കിട്ടാൻ വേണ്ടിയിട്ട് വില്ല് പൊളിക്കുന്നവനാണ് സീതയെ കൊടുക്കുക എന്ന് മിഥിലാരാജാവ് പറഞ്ഞതുകൊണ്ട് ഭാര്യാലാഭത്തിന് വേണ്ടി ആ ചെയ്തതെന്ന് അവനെ പറഞ്ഞത്. ന്യായാപരിഗ്രഹൃദയഭംഗ, ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട്, സീതയെ ഭാര്യയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ട്, അതായത് ഒരുതരം തങ്ങളുടെ നിലവാരത്തിന് ഒത്തിട്ടല്ല കവി ഇവരെ കൊണ്ട് പറയിക്കുന്നത്. അങ്ങനെ കുറേ പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിന്നെ വിടുകയൊക്കെ ചെയ്യാം, പക്ഷേ നീ അങ്ങനെയാണെങ്കിൽ ഈ സീതയെ ഇവിടെ വിട്ടിട്ട് എനിക്ക് വന്നിട്ട് പോയിക്കോളൂ എന്ന്. ഇങ്ങനെയൊക്കെ ആജന്മ ബ്രഹ്മചാരിയായ മഹാക്രോധിയായിരിക്കുന്ന ഭാർഗവരാമൻ പറയുന്നതൊക്കെ വിചാരിക്കാൻ തന്നെ വിഷമാണ്. അല്ലാത്ത വാക്കുകളൊക്കെയാണ് പറയുന്നത്. അതായത് ഇവിടെയൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഇതിനെ വർണ്ണിക്കും, അതിനെ അങ്ങേയറ്റം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ആലോചനയൊന്നും കൂടാതെ ചെയ്യാണ് പഴയ മണിപ്രവാളവികൾ പലരും ചെയ്തിട്ടില്ല. എന്താണോ വർണ്ണിക്കുന്നത് അതിനെ അങ്ങേയറ്റം പൊലിപ്പിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, കാണച്ചോ കാലശക്തി പ്രതിരിവ ശിവനെ പണ്ടു കാണാത്തതെല്ലാം കാണും മാറായി അയ്യോ. ശിവൻ പറയാണ്, പണ്ടില്ലാത്ത മര്യാദകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, ഏതായാലും അത്ഭുതമുണ്ട് നോക്കിയാൽ. അതിൽ വീണ്ടും പറഞ്ഞു, ത്വതാജ്ഞാങ്കോ നിഷേധതി. ശ്രീരാമൻ ചോദിച്ചു, ഞാൻ അങ്ങയുടെ എന്ത് ആജ്ഞയാണ് നിരസിച്ചിട്ടുള്ളത്, അതങ്ങനെ എന്തിനാണ് ക്രോധിക്കുന്നതെന്നാണ്. അപ്പം പറഞ്ഞു, പരശുരാമൻ്റെ ചില വചനങ്ങൾക്ക് അത്ഭുതമാണ്. അദ്ദേഹം പറഞ്ഞു, ചൊല്ലാം നിന്നോട് സീതാമരുളുകിൽ അതിനാഗമ്യതം ഭർഗവോസൗ. നീ സീതയെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിന്നെ അനുവദിക്കാം, ഗമ്യതാം, നീ പോയിക്കോളൂ, എനിക്ക് തന്നിട്ടെന്നാണ്. വധൂരത്നലാഭൽ പ്രസോഢ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ആ സീതയെ എനിക്ക് തന്നേക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു മഹർഷി, മഹാക്രോധിയായിരിക്കുന്ന മഹർഷി പറയുന്നത് വിചാരിക്കാൻ വയ്യ. അദ്ദേഹം പറയുന്നത്, അല്ലായിൽ കാൽ പിടിച്ചിടൈമമ ഗുരുകാരുണ്യവാൻ ആശ്രിതേ ഞാൻ. ഒന്നുകിൽ സീത എനിക്ക് തന്നിട്ട് പോയിക്കോളൂ, എന്നാൽ ഞാൻ ഇതൊക്കെ പോവാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സഹിക്കുന്നതാണ്, ഈ സ്ത്രീരത്നത്തിൻ്റെ ലാഭം ഹേതുവായിട്ട് ഞാൻ നേരത്തൊക്കെ സഹിച്ചോളാം അർത്ഥം. വധൂരത്നലാഭൽപ്രസോഢ, എൻ്റെ ഗുരുനാഥൻ്റെ വില്ല് പൊട്ടിച്ചു എന്നുള്ള വലിയ അപരാധമുണ്ടല്ലോ, അതുപോലെ ഞാൻ ഈ സീതയെ കിട്ടിയാൽ ക്ഷമിച്ചോളാന്നാണ്. അല്ലായിൽ കാൽ പിടിച്ചിടൈമമ, അല്ലെങ്കിൽ എൻ്റെ കാല് പിടിച്ചിട്ട് അഭ്യർത്ഥിക്കുമോ, എനിക്ക് വഴങ്ങുമെന്നർത്ഥം, അല്ലാതെ ഞാൻ പോകാൻ സമ്മതിക്കില്ല എന്നാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ധാരാളം വാക്ക് പറഞ്ഞു. അപ്പോൾ ശ്രീരാമനായിട്ട് അവളുടെ പരിഹാസമായിട്ട് പരശുരാമനോട് പറയുകയാണ്, കൊള്ളാവുന്നിപ്രമേയം പരമമുനിവരൻ ആഗ്രഹം പെണ്ണിലോ പോൽ. മഹാമഹർഷിയായിരിക്കുന്ന അങ്ങേക്ക് ഒരു പെണ്ണിന് ഇത്ര ആഗ്രഹമുണ്ടോ, സീതയെ കണ്ടിട്ട് മോഹിച്ചിട്ടേ സീത എനിക്ക് തരുമെന്ന് പറഞ്ഞല്ലോ. കൊള്ളിക്കോ നിൻ തപസ്സും ജടയുമൈ ദൃഢം കള്ളയോഗീശ്വരൻ നീ. പരശുരാമനോട് പറയുകയാണ്, നീ കള്ളയോഗീശ്വരനാണ്, കള്ളനായ യോഗിയാണ്, കപടതാപസനാണെന്നൊക്കെയാണ്. ഇങ്ങനെ വാചാടോപം രണ്ടുപേരും, രാമനും രഘുരാമനും രണ്ടുപേരും തങ്ങളുടെ നിലയൊക്കെ വിട്ടിട്ടാണ് പറയുന്നതാണ്. ഇതൊക്കെ പറയുന്നതൊക്കെ വസിഷ്ഠൻ മുതലായ ഗുരുക്കന്മാർ അവിടെ ഉണ്ടായിരിക്കുകയാണ്, ദശരഥാദി വന്ദ്യന്മാരായ ഗുരുക്കന്മാരുണ്ടായിരിക്കുകയാണ്. ഇതൊന്നും കവി പരിഗണിച്ചിട്ടില്ല. അതിനെ വളർത്തി കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും കോപടക്കി ലക്ഷ്മണനെ നോക്കി അതിനുശേഷം പറഞ്ഞു, പരശുരാമൻ വീണ്ടും പറഞ്ഞു, ഹരധനുയുധസ്തം വീരഭൂപാലഹത്യാകരണമിത് കുലച്ചീടായി വൈകുണ്ഠലാഭം. പിന്നെ ഇതിലൊരു അവസാനം ഉണ്ടാവണമല്ലോ. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവമായ ശാപമുണ്ട്, ഇത് കുലച്ച് കാണിച്ചു തരൂ. മറ്റേ വില്ല് പൊട്ടിച്ചത് രാമൻ തന്നെ പറഞ്ഞല്ലോ, പഴകിയ വില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പഴകിയ വില്ല്
എടുത്തു കുലച്ചു പൊട്ടിച്ചു എന്നുള്ളതൊന്നും വലിയ കേമത്തല്ല. എന്നാലും എൻ്റെ കയ്യിലുള്ള ഈ വൈകുണ്ഠരാമം കുലയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ കഥാഗതിയൊക്കെ എല്ലാ ദിക്കിലും പറയുന്ന പോലെ തന്നെയാണ്. രാമൻ അത് അനായാസമായിട്ട് കുലച്ചു. കുലച്ചു കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, എൻ്റെ വില്ല്, എൻ്റെ അസ്ത്രങ്ങൾ അമോഘങ്ങളാണ്, പാഴായി പോകാത്തവയാണ്, വെറുതെ കളയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എവിടത്തേക്കാണ് പ്രയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പരശുരാമൻ്റെ പരലോകങ്ങളൊക്കെ നശിപ്പിച്ചു. അദ്ദേഹത്തിന് യാത്രാ ഗതിയുള്ള സാമർഥ്യമൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്നിവിടെ കാണില്ല. രാമൻ അദ്ദേഹത്തിൻ്റെ പരലോകങ്ങളൊക്കെ ഇല്ലാതാക്കി. സദ്യോ മുതൽന്നളവ് സന്ദൃശേജനസ്തൗ തത്രോദയ ക്ഷേകതാദിവസൂചന്ദ്രവും. ഈ ശ്രീരാമനും പരശുരാമനും എപ്പോഴെന്ത് ചെയ്തു? ഉദയഗതിയുള്ള സൂര്യേന്ദ്രന്മാരെ പോലെയാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ രാമനും അസ്തമിക്കാതിരിക്കുന്ന ചന്ദ്രനെ പോലെ പരശുരാമനും നിന്നു. പരശുരാമൻ്റെ കേമത്തങ്ങളൊക്കെ ഇതോടെ തീർന്നു. ശ്രീരാമനാകട്ടെ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ ജാജ്വല്യമാനായി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ആ രംഗം. അവസാനം പരശുരാമൻ എന്ന് മാത്രമല്ല, ഇങ്ങനെ രാമൻ ഈ വൈകുണ്ഠജാപം കൊലുത്തു നിന്നപ്പോൾ മറ്റ് രാമായണകാരന്മാർ അങ്ങനെ വിസ്തരിച്ച് വർണ്ണിക്കാത്ത ഒരു കാര്യം ചമ്പുകാരൻ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ ചെയ്തപ്പോൾ അതിഗംഭീരമായ വൈഷ്ണവ തേജസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു നോക്കിയാണ്. തദനുദിനാധിപവം ശശികാമണി വൈഷ്ണവതന്നനി പരമസ്തത്തെ എടുത്തു തൊടുത്തു വലിച്ചുടനങ്ങ് നിരത്യേ മഹിമാ നിന്ന ദശായാം. അദ്ദേഹം വലിയ കുറച്ച് നിൽക്കുന്ന സമയത്ത് ദ്യാവാപൃഥിവീ വിവരമശേഷവും ഇടനിറയും മാറുജ്വല സൂര്യഹുതാശനകോടി പ്രതിഭവനൽപ്പം തേജപ്പുഞ്ചം മുൽപ്പാടപ്പോൾ കാണായി വന്നു പുനരപി തസ്മിൻ തേജോ മധ്യേ സൂക്ഷിച്ച അവധാനത്തൊടു ചിത്തേ വാർക്കും നേരം. ഗംഭീരമായൊരു തേജസ്, കോടിക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സോടുകൂടെ വന്നു. അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആ തേജസ്സിൻ്റെ സാക്ഷാത് വൈഷ്ണവ രൂപം കണ്ടു എന്ന് സ്ഥിരിച്ച് വർണ്ണിക്കുകയാണ്. മന്ദസ്മിത രുചിരിന്ന് നെഴുപാകിയിടും ദന്തച്ഛതവും കാണായി വന്നു ശങ്കിനവൻ പൊടു ശങ്ക വളർക്കും മംഗലകണ്ഠം കാണായി വന്നു വക്ഷസേസ്തഭമണിയും മറുവും ലക്ഷ്മിമഗ്രേ കാണായി വന്നു. ഞാൻ കുറേ വരികളിൽ വർണ്ണിക്കുകയാണ്. അങ്ങനെയുള്ളതായ വൈഷ്ണവരൂപം വന്നിട്ട് എന്ത് ചെയ്തു? വിശ്വോത്തരം ഇത് വൈഷ്ണവരൂപം രാമ ശശാങ്കനിലേക്ക് ഈ ഭൂതം. ശ്രീരാമനാകുന്ന ചന്ദ്രനിൽ ചെന്ന് ലയിച്ചു. രാമശശാങ്കനിലേക്ക് ഈ ഭൂതം എന്നിട്ട് പറഞ്ഞു, സദസ്സോട് പറഞ്ഞു, വീരരഘുത്തമ. അപ്പോൾ ആ പരശുരാമന് കാര്യമൊക്കെ മനസ്സിലായിട്ട് പറഞ്ഞു, ബാലനസൗ നീ താപസനും ഞാൻ, നീയും ഞാനും ഭേദം നഹി നഹി. അല്ലേ രാമ, നമ്മൾ തമ്മിൽ ഭേദമൊന്നുമില്ല. ഞാനീ പറഞ്ഞൊക്കെ നിന്റെ യോഗ്യത കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വായിക്കും ബഹുവിധ വാഗ്വാദൈരിക കോപിപ്പിച്ച് ദുഹന്ത ഭവന്തം. ഞാൻ നിന്നെ കോപിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. പരിചയ സുഖമായി വാഴകജരന്നാൾ രാമൻ അനുഗ്രഹിച്ചു എന്നാണ്. അതിനുശേഷം അവർ ക്ഷേമമായിട്ട് ആ അയോധ്യയിലേക്കുള്ള യാത്ര നടത്തി. അതൊക്കെ കുറച്ച് വിസ്തരിച്ചതിന് പിന്നെയും വർണ്ണിക്കുന്നുണ്ട്. ആ ശാപം എന്ത് ചെയ്തു? അതിൻ്റെ വക്രതയില്ലാതായി. വക്രതയുള്ളതായ പിന്നെ പരശുരാമനാകട്ടെ ഋജുവായി തീർന്നു എന്നൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് പിന്നെ അയോധ്യയിലേക്കുള്ള വാർത്ത, അയോധ്യയിലേക്കുള്ള ഗംഭീരമായ യാത്ര, അയോധ്യയിലെത്തി എന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞത്. എന്നാൽ ആൾക്കാരാകട്ടെ, ഈ അയോധ്യാവാസികളാകട്ടെ നൽപ്പാവാട വിരിച്ചു നീളവഴിമേളം വളർത്തിയിടിനാർ, കർപ്പൂരത്തിരി 8 ദീപകലികാലാലം കൊളുത്തിയിടിനാർ. വിവാഹം കഴിഞ്ഞ് വരുന്ന ഈ ശ്രീരാമാദികളെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഗംഭീരമായ ഒരുക്കങ്ങളൊക്കെ പറയാൻ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? കൂട്ടിക്കൊണ്ടിൻ്റെ താളം വിരുതുവിളി വെടിപ്രൗഢി സംഘപ്രണാദം പാട്ടാട്ടം മംഗല സ്ത്രീ വലയഗണജനകാരമാനന്ദ ഗീതം ചാട്ടിന്മേലെ വരുന്നോ ചില വിഭവ വിശേഷഘോഷ പ്രഘോഷം. വിശേഷിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വർണ്ണിക്കാൻ. അങ്ങനെ അവർ അയോധ്യയിലെത്തി. ആൾക്കാരൊക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അങ്ങനെ ഭദ്രാത്മാവായിരിക്കുന്ന രാമചന്ദ്രൻ, ഭദ്രാത്മാ രാമചന്ദ്രൻ ദശരഥനോടും സോദരന്മാരോടും ചേർന്ന് അത്യാനന്ദാലകം ബുക്ക് അണിമണി നഗരിം വിശ്വമംഗല്യ ഊർണം കൃത്വാ ഭൂപാലവംശോജിതമിനിയ വസിഷ്ഠജ്ഞയാ സീതയാ ചേർന്ന് ഉദ്യന്മോദേനമേവി നിഖിലഭുവന സമ്മോദപീയൂഷധാമ. വസിഷ്ഠ നിർദ്ദേശപ്രകാരം അവർ സുഖമായിട്ട് അയോധ്യാരാജധാനിയിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഖണ്ഡം അവസാനിച്ചത്. ഇതോടു കൂടിയിട്ട് ചമ്പുവിലും ഈ ബാലകാണ്ഡ ഭാഗം അവസാനിച്ചു.
നേരത്തെ പറഞ്ഞിട്ട് ബാലകാന്ഡം അയോധ്യാകാന്ഡം എന്നല്ല അദ്ദേഹത്തിൻ്റെ വിഭജനം. ഓരോരോ കഥയായിട്ട് ബന്ധപ്പെട്ട ഇതിവൃത്തമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. രാമാവതാരം, രാവണോൽപ്പത്തി, പരശുരാമ വിജയം എന്നിങ്ങനെ ഓരോരോ കഥയ്ക്കനുസരിച്ചാണ്, കഥാഭാഗങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിഭജനം. ഇതോടുകൂടി പരശുരാമ വിജയം എന്നുള്ള ഭാഗം തമ്പൂർ കഴിഞ്ഞു. നമ്മൾ ബാലകാന്ഡം, രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ബാലകാന്ഡത്തിൻ്റെ ഭാഗങ്ങൾ ഓരോ രാമായണത്തിലെങ്ങനെ വർണ്ണിക്കുമെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത പ്രഭാഷണം മുതൽക്ക് അയോധ്യാകാന്ഡത്തിലെ കാര്യങ്ങൾ വിവരിക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. നമസ്കാരം.